എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 287 ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഒരു ക്ലാസ്സിലെ കുട്ടികളെ മാത്സ് എക്സാമിന് കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആ മാർക്ക് അനുസരിച്ച് തരംതിരിച്ച ഒരു ടേബിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ മീഡിയൻ മാർക്ക്, അതായത് മധ്യമ മാർക്ക് നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഉറപ്പായും 5 മാർക്കിന് ചോദ്യമാണ് ഇതിൽ നിന്ന്, ഈ ഭാഗത്തു നിന്ന് വരിക. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് 5 മാർക്ക് കിട്ടും. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ മീഡിയൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് 5 മാർക്കല്ല തരാം. അങ്ങനെയല്ല നമ്മളെ ചോദ്യം വരിക. 2ഓ 3ഓ സബ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം എങ്ങനെയായിരിക്കും? ഇതിൽ എത്രാമത്തെ പൊസിഷനിൽ വരുന്ന കുട്ടിയുടെ മാർക്കാണ് മീഡിയൻ ആയിട്ട് വരിക? ഇങ്ങനെയായിരിക്കും ആദ്യത്തെ ചോദ്യം വരിക. മനസ്സിലായില്ലേ? എത്രാമത്തെ പൊസിഷനിൽ വരുന്ന കുട്ടിയുടെ മാർക്കാണ് മീഡിയൻ ആയിട്ട് വരിക? ഇങ്ങനെയായിരിക്കും നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലല്ലേ പറഞ്ഞതാണ്, എന്ത് ചെയ്യണം? നമ്മൾ 2 കള്ളിയും കൂടി നമ്മൾ വരയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിലുള്ള പോലെ തന്നെ ഇവിടെ എഴുതി വെക്കുക. ഇവിടെയൊക്കെ മാർക്സ്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ചിൽഡ്രൻ. ഓക്കെ. ഇനി എന്ത് വേണം? ഇവിടെ നോക്കിയാൽ 0 മുതൽ 10 വരെ, 10 മുതൽ 20 വരെ അല്ലെ, എങ്ങനെയാണ് മാർക്ക് തിരിച്ചിട്ടുള്ളത്? നമുക്ക് എന്ത് ചെയ്യണം? 10-ന് താഴെ അല്ലെ, 20-ന് താഴെ, 30-ന് താഴെ, 40-ന് താഴെ, 50-ന് താഴെ, അങ്ങനെ നമ്മളെ ഇവിടെ മാറ്റി നമുക്ക് എഴുതാം. മനസ്സിലായല്ലോ? അതായത് ബിലോ 10, 10 മാർക്കിന് താഴെ അല്ലെ. അടുത്ത് എന്ത് എഴുതണം? ബിലോ 20, ബിലോ 30, ബിലോ 40, ബിലോ 50. ആ രീതിയിൽ നമുക്ക് ആദ്യം ഇവിടെ അങ്ങോട്ട് എഴുതി വെക്കാം. അപ്പം മലയാളം മീഡിയക്കാർ 10-ന് താഴെ, 20-ന് താഴെ, 30-ന് താഴെ, 40-ന് താഴെ, അങ്ങനെ ഫസ്റ്റ് നമുക്ക് ഇത് എഴുതാം. അപ്പം നോക്കിയാൽ ബിലോ 10, ബിലോ 20, ബിലോ 30, ബിലോ 40, ബിലോ 50 അല്ലെ. ഞാൻ അപ്പം പറഞ്ഞിരുന്നു, കാരണം ഇതാണ് നമ്മൾ എഴുതാൻ പാടുള്ളൂ, ഇവിടെ എഴുതരുത് അല്ലേ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് ചിൽഡ്രൻ, 10 മാർക്കിന് താഴെയുള്ള എത്ര കുട്ടികളുണ്ട്? 10 മാർക്കിന് താഴെയുള്ള 4 കുട്ടികൾ അല്ലേ. അപ്പം 4 എഴുതി. ഇനി 20 മാർക്കിന് താഴെ എത്ര കുട്ടികളുണ്ടാവും? ഇതും ഉണ്ടാവും അല്ലേ. അപ്പം 4ഉം 8ഉം 12. ഇനി 30 മാർക്ക് താഴെയുള്ളതോ? ഈ 12ഉം 10ഉം കൂടി കൂട്ടിയാൽ മതി അല്ലേ. 12ഉം 10ഉം 22. അടുത്തത് 40 മാർക്ക് താഴെയുള്ളത് 22ഉം 9ഉം അല്ലെ, 31. അടുത്തത് 50 മാർക്കിന് താഴെ 31ഉം 5ഉം 36 അല്ലേ. അപ്പം 36 കുട്ടികളുണ്ട് മൊത്തം. അപ്പം നിങ്ങൾ നോക്കിയാൽ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ നമ്പർ ഓഫ് ചിൽഡ്രൻ തന്നിട്ടല്ലേ, അതൊന്ന് കൂട്ടി ഇവിടെ ഇട്ട് നോക്കാം അല്ലെ. നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടി? 36 കിട്ടും അല്ലേ. അത് കൂട്ടി നോക്കാം, 36 നമുക്ക് കിട്ടും. അപ്പം ഇത് തന്നെയായിരിക്കും നമുക്ക് ഇവിടെ ലാസ്റ്റ് വരുമ്പോൾ കിട്ടുക. മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ. അപ്പം നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഇതിൽ മൊത്തം അല്ലേ എത്ര പേരുണ്ടെന്ന് കിട്ടി? 36 കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം എങ്ങനെയായിരിക്കും? ഇതിൽ ഏത് പൊസിഷനിലുള്ള കുട്ടിയുടെ മാർക്കായിരിക്കും മീഡിയൻ ആയിട്ട് എടുക്കുക അല്ലേ. അപ്പോൾ നമുക്കറിയാം n എത്രയാണ് ഇവിടെ? 36. അപ്പോൾ n = 36. അപ്പോൾ അത് ഇരട്ട സംഖ്യയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 36/2 അതായിരിക്കും ഒരെണ്ണം. പിന്നെയോ 36/2 അതിൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്യുക അല്ല. ഇത്രയേ ഉള്ളൂ. 36/2 എന്ന് വെച്ചാൽ എത്രയാണ്? 18. ഇനി 36/2 അല്ല, നമുക്ക് 18 ഇട്ട് 18 കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 19 അല്ലേ. അതായത് നോക്കിയേ, 18ാമത്തെ പൊസിഷൻ അതുപോലെ 19ാമത്തെ പൊസിഷൻ. അപ്പോൾ നമുക്ക് നോക്കി ആദ്യത്തെ ഉത്തരം കിട്ടി അല്ലേ. 18ാമത്തെ പൊസിഷനും 19ാമത്തെ പൊസിഷനും അല്ലേ. ഇതായിരിക്കും എന്തായി വരിക? മീഡിയൻ ആയിട്ട് വരിക. പിന്നെ എന്തായിരിക്കും ചോദിക്കുക? ഈ മീഡിയന്റെ ക്ലാസ് ഏതായിരിക്കും? ഇതാണ് അടുത്ത ചോദ്യമായിട്ട് വരിക. അപ്പോൾ മീഡിയന്റെ ക്ലാസ് നോക്കിയാൽ 18ഉം 19 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 12 വരെ ഇവിടെ പോയി അല്ലേ. 12 വരെ ഇവിടെ പോയി. ഇനി ഇവിടെ നോക്കിയാൽ ഇത് മുതൽ നോക്കിയാൽ 12 കഴിഞ്ഞാൽ 13, 14, 15, 16, 17, 18, 19, 20, 21, 22 അല്ലേ. അതുവരെ ഇതിൽ പെടും. അതായത് ഈ 12 കഴിഞ്ഞിട്ട് ബാക്കി 13 മുതൽ എത്ര വരെ? 22 വരെ അല്ലേ. ഏതിലായിരിക്കും പെടുക? ഇതിലായിരിക്കും പെടുക. അപ്പോൾ ഇതിൻ്റെ നോക്കിയ ക്ലാസ് നോക്കിയാൽ 20, 30 അല്ലേ. അപ്പോൾ 20 തൊട്ട് 30 വരെ മാർക്ക്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിന് ഉത്തരം എഴുതാം. 20 to 30 ഇതാണ് ക്ലാസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതുപോലെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ ആദ്യത്തേന് ഉത്തരമായി, രണ്ടാമത്തേന് ഉത്തരമായി. ഇനി നമുക്ക് ഇതിന്റെ മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് മീഡിയൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഡി അല്ലേ. ആദ്യം നമ്മൾ ഡി കണ്ടുപിടിക്കുക. ഡി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഇവിടെ നോക്കിയാൽ 20, 30 അല്ലേ. അപ്പോൾ 30-ൽ നിന്ന് 20 കുറച്ചാൽ 10 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 30 - 20 അതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇവിടെ ഇതിൽ എത്ര പേരുണ്ട്? 10 പേരുണ്ട് ഇതിൽ അല്ലേ. 20 മാർക്ക് മുതൽ 30 മാർക്ക് വാങ്ങുന്ന 10 പേരുണ്ട്. അപ്പോൾ ആ 10 കൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. മനസ്സിലായില്ലേ? 10 പേരുണ്ട് ഈ ഗ്രൂപ്പിൽ. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 30 - 20 എന്ന് പറഞ്ഞാൽ 10 അല്ലേ. 10/10 എന്ന് പറഞ്ഞാൽ 1.
അപ്പോൾ ഇവിടെ ഡി കിട്ടി, നമുക്ക് 1 എന്ന് കിട്ടി. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് കണ്ടുപിടിക്കേണ്ടത് ഈ കാറ്റഗറി, അതൊക്കെ 13 മുതൽ 22 വരെ ഇതിലായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ ആൾ, അതായത് 13ാമത്തെ ആളുടെ മാർക്ക് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 13ാമത്തെ ആളുടെ മാർക്ക് അല്ലേ, 13ാമത്തെ ആളുടെ മാർക്കാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയാൽ ചില പരീക്ഷയ്ക്ക് ഇതും കൂടി ഒരു സബ് ക്വസ്റ്റ്യനായി ചോദിക്കും. ഇതിൽ 13ാമത്തെ ആൾ, അതായത് എപ്പോഴും ചോദിക്കും എങ്ങനെ ആയിരിക്കും, ഈ കാറ്റഗറിയിൽ വരുന്ന ആദ്യത്തെ ആളുടെ, അല്ലാണ്ട് വേറെ ഒന്നും ചോദിക്കൂല, ഈ കാറ്റഗറിയിൽ വരുന്ന ആദ്യത്തെ ആളുടെ മാർക്ക് എത്രയാണ് എന്ന് ചില ചോദ്യങ്ങൾ കാണാറുണ്ട്. മനസ്സിലായില്ലേ? അതായത് ഇവിടെ നോക്കിയാൽ 13ാമത്തെ ആൾ എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ 13 മുതൽ 22 വരെ ഇതിൽ പെടും അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ ഇത് ചെയ്യുമ്പോൾ ഇതിൽ ആദ്യത്തെ ആൾ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ അത് തന്നെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാറുമുണ്ട്. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോൾ 13ാമത്തെ ആളെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇവിടെയൊക്കെ 12ാമത്തെ ആൾ അല്ലേ, എത്ര വരെയാണ്? 20 വരെ അല്ലേ. അപ്പോൾ 20ന്റെ കൂടെ ഏത് ആഡ് ചെയ്യണം? ഡിയുടെ പകുതി. അവിടെ തെറ്റിക്കാൻ പാടില്ല, ഡിയുടെ പകുതി ആഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ 1ന്റെ പകുതി എന്ന് പറഞ്ഞാൽ അര അല്ലേ. അപ്പോൾ 0.5. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 20.5. ഇതാണ് 13ാമത്തെ ആളുടെ മാർക്ക്. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 20 + 1/2 എന്ന് ഇടാം. അങ്ങനെ വേണമെങ്കിൽ ഇട്ടാൽ അതിലൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് സൗകര്യം പോലെ ഇട്ടോ. അപ്പോൾ 20, 20 അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ നോക്കിയാൽ 13ാമത്തെ ആളെ കിട്ടിക്കഴിഞ്ഞാൽ 18ാമത്തെ ആളെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. 18ാമത്തെ ആളുടെ എങ്ങനെ വരും? 13ാമത്തെ ആളുടെ എത്രയാണ്? 20.5. അതിൻ്റെ കൂടെ നോക്കിയാൽ ഡി എത്ര? ഡി 1 ആണ് അല്ലേ. അപ്പോൾ എത്ര പ്രാവശ്യം ഡി കൂട്ടേണ്ടി വരും? 13, 20.5. 13 കഴിഞ്ഞാൽ 18 ആകുമ്പോൾ 5 അല്ല, 5 എണ്ണം വേണം. അപ്പോൾ 5 പ്രാവശ്യം ഡി നമ്മൾ കൂട്ടണം അല്ലേ. അതായത് 1, 1, 1, 1 അങ്ങനെ 5 പ്രാവശ്യം കൂട്ടണം. അതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 × 5 അല്ലേ, അത് കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ 5 പ്രാവശ്യം 1, 1, 1 എന്ന് പറഞ്ഞ് കൂട്ടിയിടാം. ഓക്കെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 20.5 + 5 അല്ലേ. 1 × 5 5. അപ്പോൾ 25.5. ഇതാണ് നമ്മുടെ 18ാമത്തെ ആളുടെ മാർക്ക്. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? 19ാമത്തെ ആളെ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 19ാമത്തെ ആളുടെ മാർക്ക് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എത്രയായിരിക്കും? 18ാമത്തെ ആൾ 25.5 ആണ്. അതിൻ്റെ കൂടെ എത്ര കൂട്ടണം? ഡി അല്ലേ. 18 കഴിഞ്ഞാൽ 19, അപ്പോൾ ഒരു പ്രാവശ്യം കൂട്ടിയാൽ മതി 1. അപ്പോൾ എത്ര കിട്ടി? 26.5. അപ്പോൾ 18ഉം 19 എന്ന് പറഞ്ഞാൽ 25.5, 26.5 കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മിഡിലുള്ളത് എന്ത് ചെയ്യണം? ഇതിൻ്റെ അതായത് മീഡിയൻ കണ്ടുപിടിക്കാൻ മീഡിയൻ രണ്ടും കൂടി കൂട്ടിയിട്ട് /2 അല്ലേ. അപ്പോൾ 25.5 + 26.5/2. ഇവിടെ നോക്കിയാൽ ഇത് നിങ്ങൾ കൂട്ടിയിട്ട് പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നേരം കളയാൻ നിൽക്കണ്ട. ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. നോക്കിയാൽ 25.5, 26.5 അല്ലേ. ഇതിൻ്റെ നടുവിൽ ഏതാ വരിക? 25.5, 25.5, 26.5. അതിൻ്റെ ഇടയിൽ ഏതാ ഉള്ളത്? 26 അല്ലേ. അപ്പോൾ നിങ്ങൾ കൂട്ടിയിട്ട് സമയമൊന്നും കളയാൻ നിൽക്കണ്ട. ഇത് നമ്മൾ കൂട്ടി പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊളാക്കണ്ട, സമയം നഷ്ടപ്പെടുത്തണ്ട. ഇതുപോലെ വന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ മിഡിലുള്ളത് ഏതാണ് സംഖ്യ ഇട്ട് എഴുതിയാൽ മതി. 25.5, 26.5 അതിൻ്റെ ഇടയിലുള്ള സംഖ്യ ഏതാണ്? 26 അല്ലേ. 26. അപ്പോൾ 26 ഇതാണ് മീഡിയൻ. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? അപ്പോൾ നോക്കിയാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 5 മാർക്ക് സുഖമായിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ചെയ്ത് തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് 3ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഒരു ഓഫീസിലെ ജോലിക്കാർ അവർ കൊടുത്ത ഇൻകം ടാക്സ്, അതായത് ആദായ നികുതി അല്ലേ. അപ്പോൾ ആദായ നികുതിയുടെ ഒരു ടേബിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ 1000 മുതൽ 2000 രൂപ കൊടുത്ത 8 പേരുണ്ട്, 2000 മുതൽ 3000 രൂപ വരെ ടാക്സ് ആയി കൊടുത്ത 10 പേര് അല്ലേ. അങ്ങനെ നമുക്ക് ലാസ്റ്റ് 8000 മുതൽ 9000 രൂപ വരെ ടാക്സ് കൊടുത്ത 3 പേര് അല്ലേ. ഈ ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്ത് വേണം? ഇതിൻ്റെ മധ്യമം അല്ലേ, അതായത് മീഡിയൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഇത്തരം ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ 2 കള്ളിയും കൂടി കൂട്ടി വരയ്ക്കണം അല്ലേ. 2 കള്ളി നമ്മൾ വരയ്ക്കുക. വരച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഇൻകം ടാക്സ് അല്ലേ, 2000-ന് താഴെ, 3000-ന് താഴെ, 4000-ന് താഴെ, അതേ രൂപത്തിൽ നമുക്ക് ഫസ്റ്റ് ഈ കോളം നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മൾ നോക്കിയാൽ ബിലോ 2000 അല്ലേ, ബിലോ 2000, ബിലോ 3000, ബിലോ 4000 അതേ രൂപത്തിൽ നമ്മൾ എഴുതി. അപ്പോൾ മലയാളം മീഡിയക്കാർ 2000-ന് താഴെ, 3000-ന് താഴെ അല്ലെ, 4000-ന് താഴെ ഇതേ രൂപത്തിൽ എഴുതാം. അത് കഴിഞ്ഞാൽ അടുത്ത് നോക്കിയാൽ നമ്പർ ഓഫ് എംപ്ലോയീസ് അല്ലെ, എത്ര പേരുണ്ട്? നമ്പർ ഓഫ് എംപ്ലോയീസിൽ 2000-ന് താഴെ കിട്ടുന്ന എത്ര പേരുണ്ട്? 8 പേരുണ്ട് അല്ലേ. അപ്പോൾ 8 പേര്. ഇനി 3000-ന് താഴെ ഈ 8ഉം 10ഉം അല്ലേ, 18 പേര്. ഇനി 4000-ന് താഴെ 18ഉം 15ഉം അല്ലേ, 33 പേര്. ഇനി 5000-ന് താഴെ 33ഉം 20ഉം 53 പേര്. ഇനി 6000-ന് താഴെ 53ഉം 22 അല്ലേ, അപ്പോൾ 75 പേര്. ഇനി 7000-ന് താഴെ 75ഉം 8ഉം 83 പേര്. ഇനി 8000-ന് താഴെ 83ഉം 6ഉം അല്ലേ, 89 പേര്. ഇനി 9000-ന് താഴെ 89ഉം 3ഉം അല്ലേ, എത്ര വരും? 92 പേര്.
അപ്പോൾ 92 നമ്മുടെ n അല്ലേ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം, എത്ര ഉണ്ടെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇത് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 8 × 13 2 15 15 23 6 29 3 32 ബാക്കി 3 3 2 5 2 7 8 9 92 അല്ല, കണ്ടില്ലേ. അപ്പോൾ ഇത് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പാർട്ട് കഴിഞ്ഞല്ലേ. പക്ഷേ എപ്പോഴും നമ്മുടെ SLC പരീക്ഷയ്ക്ക് സാധാരണ ഇത്ര എണ്ണം ചോദിക്കാറില്ല. നമുക്ക് മാക്സിമം ഒരു 5 എണ്ണോ അല്ലെങ്കിൽ 6 എണ്ണോ ഇത്രേ ചോദിക്കാറുള്ളൂ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ സമയം കുറേ നഷ്ടപ്പെടും. സാധാരണഗതിയിൽ ഇത്ര എണ്ണം നമുക്ക് ചോദിക്കാറില്ല. ഒരു 5, സാധാരണ ഒരു 6 എണ്ണം. മനസ്സിലായി? അത്രേ വരുള്ളൂ. ഇനി നമ്മൾ ഇതിൽ ആദ്യത്തെ ചോദ്യം എങ്ങനെയായിരിക്കും വരിക പരീക്ഷയ്ക്ക്? ഇതിൽ ഏത് പൊസിഷനിൽ കിടക്കുന്നവരുടെ ടാക്സ് ആയിരിക്കും മീഡിയൻ ആയിട്ട് വരിക? ഇങ്ങനെയായിരിക്കും ആദ്യത്തെ ചോദ്യം വരിക. അപ്പോൾ നമുക്കറിയാം n എത്രയാണ് ഇവിടെ? 92 അല്ലേ. n എന്ന് പറഞ്ഞാൽ 92 ആണ്. അതായത് ഈവൺ നമ്പർ, ഇരട്ട സംഖ്യയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 92നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. ഒന്ന് അത് കിട്ടും, പിന്നെ 92നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ കൂടെ 1 കൂട്ടുക, ഇത്ര ഉള്ളൂ. അപ്പോൾ 92/2 എത്രയാണ്? 46 അല്ലേ. അപ്പോൾ 46ാമത്തെ പൊസിഷനിൽ കിടക്കുന്നതും പിന്നെ എത്ര ആയിരിക്കും? ഈ 92/2 എന്ന് പറഞ്ഞാൽ 46, 46ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 47. അപ്പോൾ 47ാമത്തെ പൊസിഷനിൽ കിടക്കുന്നു അല്ലേ. ഇവരുടെ എന്തായിരിക്കും? ടാക്സ് ആയിരിക്കും എന്തായിട്ട് വരിക? മീഡിയൻ ആയിട്ട് വരിക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടി അല്ലേ. ഇനി എങ്ങനെയായിരിക്കും ചോദിക്കുക? ഇതിൻ്റെ മീഡിയൻ ക്ലാസ് എന്തായിരിക്കും അല്ലേ. മീഡിയൻ ക്ലാസ് എന്തായിരിക്കും? അങ്ങനെ സാധാരണ ചോദിക്കാറ്. അപ്പോൾ നമുക്കിതിലെ മീഡിയൻ ക്ലാസ് ഏതായിരിക്കും നോക്കിയാൽ? 46 47 എവിടെ വരാം? 33 വരെ ഇവിടെ വന്നു അല്ലേ. പിന്നെ 34 മുതൽ അല്ലേ, 34 മുതൽ 53 വരെ ഇതിലായിരിക്കും വിടുക അല്ലേ. 33 വരെ ഇതിൽ കഴിഞ്ഞു. അപ്പോൾ ബാക്കി ഇവിടെ 34ാമത്തെ ആൾ മുതൽ 53 വരെ ഏതിലായിരിക്കും വിടുക? ഇതിലായിരിക്കും വിടുക അല്ലേ. അതായത് ക്ലാസ് എന്തായിരിക്കും? 4000 മുതൽ 5000 വരെ. അപ്പോൾ മീഡിയൻ ക്ലാസ് എന്താണ്? 4000 to 5000. ഇതാണ് മീഡിയൻ ക്ലാസ്. ഇനി നമുക്ക് ഇതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ മീഡിയൻ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് ആദ്യം നമ്മൾ ഡി കണ്ടുപിടിക്കണം അല്ലേ. ഡി കണ്ടുപിടിക്കാനാണെന്നറിയാലോ. 5000 4000 കുറയ്ക്കുക. എന്നിട്ട് ഇതിൽ എത്ര പേരുണ്ട്? 20 പേരുണ്ട് അല്ലേ. അപ്പോൾ 20 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 5000 മൈനസ് 4000 ബൈ 20. 5000 മൈനസ് 4000 1000 ബൈ 20 അല്ലേ. 0 വെട്ടിപ്പോയി, ബാക്കി എത്ര വരും? 100/2 50 അല്ലേ. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കിയേ, ഇനി നമുക്ക് ആദ്യം ആരുടെ ടാക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ വരുന്ന ആദ്യത്തെ ആൾ ഏതാണ്? 34ാമത്തെ ആൾ അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 34ാമത്തെ ആൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. 34ാമത്തെ ആളുടെ ടാക്സ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ചില പരീക്ഷയ്ക്ക് ഇത് തന്നെ ഒരു ചോദ്യമായിട്ട് ചോദിക്കും. 34ാമത്തെ ആളുടെ അവരുടെ ടാക്സ് എത്രയാണ്? അപ്പോൾ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചാലും നമ്മൾ ഇത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും അല്ലേ. അപ്പോൾ ആ ചോദ്യം കണ്ടിട്ട് ആരും പാക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 34ാമത്തെ ആൾ. 34ാമത്തെ ആൾ എങ്ങനെ കിട്ടും നമുക്ക്? 33ാമത്തെ ആൾക്ക് നോക്കി എത്രയാണ്? 4000 ആണ് അല്ലേ. 4000 ആണ്. അപ്പോൾ 4000ൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഇവിടെ തെറ്റിക്കരുത്, ഡിയുടെ പകുതി ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 50ൻ്റെ പകുതി 25. അപ്പോൾ 4025 ആണ് 34ാമത്തെ ആൾ കൊടുക്കുന്ന ടാക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരൊക്കെയാണ്? 46ാമത്തെ ആൾ വേണം അല്ലേ. അപ്പോൾ 46ാമത്തെ ആളുടെ എത്രയായിരിക്കും? 34ാമത്തെ ആൾ കൊടുക്കുന്നത് 4025 രൂപ. അപ്പോൾ അതിൻ്റെ കൂടെ എന്തൊക്കെയാണ്? 34 കഴിഞ്ഞാൽ 46 ആണ് അല്ലേ. അതായത് 12 കഴിയണം. അപ്പോൾ നമ്മൾ 12 പ്രാവശ്യം ഏത് കൂട്ടേണ്ടി വരും? ഈ 50 കൂട്ടുക അല്ലേ. ഡി എത്രയാണ്? 50 ആണ്. അപ്പോൾ 12 പ്രാവശ്യം നമ്മൾ 50 കൂട്ടണം അല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? 50 × 12. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 4025 പ്ലസ് 50 × 12 എത്രയാണ്? 600 രൂപ അല്ലേ. 600 കൂട്ടണം. അപ്പോൾ എത്ര കിട്ടി? 4625 രൂപ. 46ാമത്തെ ആൾ കൊടുക്കുന്നത് അല്ലേ. ഇനി നമുക്ക് നോക്കിയാൽ 46 കഴിഞ്ഞ അടുത്ത് ഇത് കിട്ടണം, 47 കിട്ടണ്ടേ. അപ്പോൾ 47ാമത്തത് എന്ത് കിട്ടണം? 46ാമത്തെ ആൾ 4625. അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? ഇത് 46 കഴിഞ്ഞാൽ 47 അല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം 50 കൂട്ടിയാൽ പോരെ. ഡി കൂട്ടാം, 50 കൂട്ടാം. അപ്പോൾ എത്ര വരും? 4675. മനസ്സിലായില്ലേ? അപ്പോൾ 46 കിട്ടി, 47 കിട്ടി. ഇനി നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഇതിൻ്റെ മിഡിലുള്ള കിട്ടണം അല്ലേ. അപ്പോൾ മീഡിയൻ 2 എണ്ണം ഉണ്ട് അല്ലേ. 2 എണ്ണം ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ മിഡിൽ കണ്ടുപിടിക്കണം. അപ്പോൾ 4625 പ്ലസ് 4675 ബൈ 2.
അപ്പോൾ നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കിയാൽ ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നിൽക്കണ്ട. ഇനി അങ്ങനെ സംശയമുള്ളവർ അങ്ങനെ തന്നെ ചെയ്തോ, അതിനൊരു വിരോധവും ഇല്ല. സമയം കളയാതിരിക്കാൻ നോക്കിയാൽ 4625, 4675. അപ്പോൾ 25ഉം 75 അതിൻ്റെ ഇടയിലാണ് ഏതാണ് വരിക? 25നും 75നും ഇടയിലുള്ള സംഖ്യ ഏതാണ്? 50 ആണ് അല്ലേ? 50 അല്ലേ? അപ്പോൾ എന്ത് എഴുതിയാൽ മതി? 4650. കണ്ട? അല്ലെങ്കിൽ നിങ്ങൾ ഇവ തമ്മിൽ കൂട്ടി പിന്നെ രണ്ടുകൊണ്ട് ഡിവൈഡ് നമ്മുടെ സമയം നഷ്ടപ്പെടും. അത് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് പകരം ഏറ്റവും സിമ്പിൾ എന്താണ്? ഇതിൻ്റെ മിഡിലുള്ളത് ഏതാണോ അത് നോക്കിയിട്ട് എഴുതാം, തെറ്റിക്കാതെ എഴുതാം. അപ്പോൾ 4650 രൂപയാണ് ഇതിൻ്റെ മീഡിയൻ, മധ്യമം. അപ്പോൾ ഞാൻ പറയാറുള്ള പോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് 5 മാർക്കിന് ചോദ്യം കിട്ടും. തെറ്റിക്കരുത്, ചെയ്ത് തന്നെ പഠിക്കുക. വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ആ മാർക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. ചാപ്റ്റർ മാത്രമല്ല, നമ്മുടെ ഈ 13 ചാപ്റ്ററുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു അല്ലേ? അതിൽ നമ്മൾ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ അതുപോലെ പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾ ഓരോ പാർട്ടിലും പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല വണ്ണം പഠിക്കുക. അതുപോലെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നിങ്ങൾ വാങ്ങണം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ എക്സാം എല്ലാവർക്കും വളരെ എളുപ്പമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം വിടാം.